രാത്രി ഒരുറക്കം കഴിഞ്ഞിട്ട് ഏതാണ്ട് 3 മണിയോടുകൂടി പേടിച്ച് ഉണരുക അല്ലെങ്കിൽ അസ്വാഭാവികമായ തോട്ടുകൾ വരിക, ഇതിനെയാണ് 3 AM ആങ്സൈറ്റി ട്രാപ്പ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഉള്ളിൽ മറഞ്ഞിരിക്കുന്ന ശത്രു അല്ലെങ്കിൽ നമ്മുടെ സബ് കോൺഷ്യസിലെ ഒരു ഫിയറുമായി താതാത്മ്യപ്പെടുന്ന ഒരു സംസാരത്തോട് നമ്മൾ വളരെയധികം അനുരൂപത കാണിക്കുകയും അതിനൊപ്പം യാത്ര ചെയ്യുകയും ചെയ്യുന്നതിൻ്റെ ഫലമായി പലരിലും ഉണ്ടാകുന്ന ഒരവസ്ഥ തന്നെയാണ് ഈ 3 AM ആങ്സൈറ്റി ട്രാപ്പ്. ഇതിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ഈസി ആയിട്ട് ഇങ്ങനൊരു ഡ്രീം കണ്ട് അല്ലെങ്കിൽ ഒരു ബാഡ് ഡ്രീം കണ്ട് ഒരു സ്ട്രക്ക് മൊമെൻറ്റിൽ എഴുന്നേൽക്കുന്ന നിങ്ങളുടെ ശരീരത്തിനുള്ളിൽ കുറേയേറെ മാറ്റങ്ങൾ ഉണ്ടാവും. അപ്പം അതിനെ നിങ്ങളുടെ ശരീരത്തെ കാണുക, കിടന്ന കട്ടിലിൽ നിന്ന് എഴുന്നേൽക്കുക. ഇങ്ങനൊരു ആങ്സൈറ്റി ട്രാപ്പ് ഉണ്ടായി പേടിച്ച് ഇരിക്കുമ്പോൾ, അപ്പോൾ നിങ്ങളിൽ വിഷൻ ബോർഡുള്ള ആളാണെങ്കിൽ ആ വിഷൻ ബോർഡ് തുറന്ന് ആ വിഷൻ ബോർഡിൻ്റെ അടുത്ത് പോയി ആ വിഷൻ ബോർഡിനെ ഗെയ്സ് ചെയ്യുക. ഏറ്റവും നല്ല റെമഡിയാണ് ഇത്. അതായത് ഈ 3 AM നമ്മൾ പേടിച്ചെഴുന്നേറ്റിട്ട് നമ്മൾ കാണുന്നത് നമ്മളുടെ വിഷൻ ബോർഡിലേക്ക് തന്നെ പോവുക. നമ്മൾ പൂർണ്ണമായും നിർബന്ധപൂർവം നമ്മളുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ അടുത്ത പാതയിലേക്ക് മാറ്റിവിടുക. മനുഷ്യ ശരീരത്തിൻ്റെ ഏറ്റവും വലിയ സൗഭാഗ്യവും സുമുഖതയും എന്ന് പറയുന്നത് തന്നെ ബ്രെയിനിൻ്റെ ന്യൂറോപ്ലാസ്റ്റിസിറ്റിയാണ്. എന്ത് ചിന്തകളും നമ്മളുടെ തലച്ചോറിനുള്ളിൽ ഒരു വലിയ ഹൈവേ പണിത് തരും. ന്യൂറൽ പാത്വേ എന്നാണ് പറയുന്നത്. ഈ ന്യൂറൽ പാത്വേ സ്ട്രോങ് ആകുന്നതിനോടൊപ്പം ഏത് ചിന്തകളെക്കുറിച്ചുള്ള ന്യൂറൽ പാത്വേ ആണോ നിങ്ങളുടെ ഉള്ളിൽ സ്ട്രോങ് ആകുന്നത് അത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരും. അതായത് നിങ്ങൾ അതിനെ അട്രാക്റ്റ് ചെയ്യും. അപ്പോൾ ഈ 3 AM ആങ്സൈറ്റി ട്രാപ്പിൽ എഴുന്നേൽക്കുന്ന സമയത്ത് അതിനെ ഓപ്പോസിറ്റ് രീതിയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി നന്നായിട്ട് ബ്രീത്ത് ഫോക്കസ് ചെയ്യുക. ബ്രീത്ത് എടുക്കുക എന്ന് പറഞ്ഞാൽ യോഗിക് ബ്രീത്ത് തന്നെ ആയിരിക്കണം. ബ്രീത്ത് പോകേണ്ടത് ഉള്ളിലേക്ക് ബ്രീത്ത് എടുത്തുകൊണ്ട് നമ്മളുടെ വയറിനുള്ളിൽ വരെ അങ്ങ് സ്പൈനിൻ്റെ ഉള്ളിൽ വരെ ശ്വസിക്കാവുന്നത് വിധത്തിൽ പൂർണ്ണമായൊരു ശ്വാസത്തിലെത്തുക. അതേപോലെ തന്നെ ആ ശ്വാസം മുകളിലേക്ക് നിറയുന്നത് പോലെ കൊണ്ടുവരിക. ഓക്കെ, എന്നിട്ട് ആ ബ്രീത്ത് എടുത്തതിനേക്കാൾ കൂടുതൽ സമയമെടുത്ത് എക്സൈൽ ചെയ്ത് കളയുക. ഓക്കെ, എന്നിട്ട് വീണ്ടും ഈ പ്രോസസ്സ് 2-3 പ്രാവശ്യം ചെയ്തതിന് ശേഷം കണ്ണുകൾ നന്നായിട്ട് മസിലുകൾ ഇറുക്കി ഇങ്ങനെ അടച്ചിട്ട് തുറന്നിട്ട് ഈ ഒരു വിഷൻ ബോർഡിനെ ഗേസ് ചെയ്യുക. വിഷൻ ബോർഡ് ഗേസിങ് എന്ന് തന്നെയാണ് പറയുന്നത്. അത് 3 AM ഈ ഫിയറിന് പകരമുള്ള മറ്റൊരു പുതിയ തോട്ടിനെ കൊടുക്കും. അപ്പം അതായത് നെഗറ്റീവ് തോട്ട്സ് കൊണ്ട് അല്ലെങ്കിൽ നെഗറ്റീവ് ചലഞ്ചസ് കൊണ്ട്, നെഗറ്റീവായ ഫിയറുകൾ കൊണ്ട്, ആങ്സൈറ്റി കൊണ്ട്, ഓവർ തിങ്കിങ് കൊണ്ടൊക്കെ നമ്മളിൽ പലരും ഉണ്ടാക്കി വെച്ചിരിക്കുന്ന നെഗറ്റീവ് പാത്വേകളെ ഹെൽപ്പ് ചെയ്യാൻ നമ്മളുടെ തന്നെ വിഷൻ ബോർഡിനും നമ്മളുടെ തന്നെ സക്സസ് സ്റ്റേറ്റ്മെൻറ്റ്സിനും ഗോൾ സ്റ്റേറ്റ്മെൻറ്റ്സിനും ഒക്കെ കഴിയും. അപ്പോൾ ഈ വിഷൻ ബോർഡ് ഗേസിങ് ഏകദേശം 1 മിനിറ്റ് മുതൽ 3.5 മിനിറ്റ് വരെ നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാൻ കഴിയുകയും നിങ്ങളുടെ മിഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഉറക്കെ നിങ്ങൾക്ക് ആ സമയത്ത് പറയാൻ കഴിയുകയുമാണെങ്കിൽ നിങ്ങളെ തോൽപ്പിക്കാൻ ഈ ലോകത്ത് മറ്റാർക്കും കഴിയില്ല. കാരണം 3 AM എന്ന് പറയുന്നത് പോസിറ്റിവിറ്റിയുടെയും നെഗറ്റിവിറ്റിയുടെയും ഒരു ട്രാക്കിംഗ് പോയിൻ്റ് തന്നെയാണ്. ഡിപ്പെൻഡ്സ് ഓൺ പേഴ്സൺ. പോസിറ്റീവായിട്ടുള്ള ആളുകളും ഈ സമയം തന്നെയാണ് പോസിറ്റീവ് ആക്ടിവിറ്റീസിന് ഉപയോഗിക്കുന്നത്. അതായത് ജീവിതത്തിൽ ജയിച്ച എല്ലാവരിലും നല്ല നല്ല ഹാബിറ്റുകളുണ്ടാവും. ആ ഹാബിറ്റുകളിലൊന്ന് ഏർലി മോർണിംഗ് വേക്കപ്പ് ആയിരിക്കും. അപ്പോൾ ഏർലി ബേർഡുകളായിട്ടുള്ള ആളുകൾക്ക് ഇതിൻ്റെ ഫലം ഞാൻ പറയാതെ തന്നെ അറിയാം. അപ്പോൾ ഈ 3 AM ആങ്സൈറ്റി ട്രാപ്പ് ഉണ്ടാക്കുന്ന ചലഞ്ചസിൽ നിന്ന് അത് നിങ്ങളുടെ ചലഞ്ചസ് തന്നെയാണ് കേട്ടോ. അത് നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യേണ്ട വന്നിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ ചെയ്യുന്ന കാര്യം പരാജയപ്പെട്ട് തന്നെ പോകും. പക്ഷേ ആ പരാജയത്തെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് തന്നെ കഴിയും, വേറെ ആർക്കും കഴിയില്ല. അപ്പോൾ ഞാൻ എൻ്റെ മുമ്പിൽ വന്ന ആ ഒരു മെൻറ്റിയോട് പറഞ്ഞത് ഇങ്ങനെയാണ്. അദ്ദേഹം അത് സക്സസ്ഫുള്ളായിട്ട് ഒരു 7 ഡേയ്സോളം ചെയ്തു. നൗ ഹീ ഈസ് അവേ ഫ്രം ഓൾ ദാറ്റ് ബാഡ് തോട്ട്സ് ആൻഡ് ഹീ ഈസ് ഗ്രാജുവലി മൂവിങ് ആൻഡ് സ്റ്റെപ്പിംഗ് ഇൻ ടു ഹിസ് ബിസിനസ്. അപ്പം ഇവിടെ നമുക്ക് വേണ്ടത്, നമ്മൾക്ക് എല്ലാവർക്കും ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള അവകാശമുണ്ട്. വിജയം എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ ജന്മാവകാശമാണ്. അത് നമ്മൾക്ക് ആർക്കും തടഞ്ഞു വയ്ക്കാൻ കഴിയില്ല. ചലഞ്ചസ് ഉണ്ടാവും, ചിലപ്പോൾ തോൽവികളുണ്ടാവും. പക്ഷേ എന്നെങ്കിൽ പോലും നമുക്ക് വിജയിക്കാനുള്ള അവകാശം നമ്മളുടെ ബർത്തിൽ തന്നെ ഉണ്ട്.
കാരണം എത്രയോ ബീജങ്ങൾ ഓവത്തെ PAC ചെയ്യാൻ ശ്രമിച്ചു, പക്ഷേ സക്സസ്ഫുൾ ആയ ഒരാളാണ് ഒരു ബീജം മാത്രമാണ്, ആ സ്പേമാണ് നമ്മളായിരിക്കുന്നത്. അത് അണ്ടവുമായി ചേർന്നുണ്ടായതാണെന്ന് നമ്മളെ. അപ്പം ഓർക്കുക, വിജയം എന്നത് നിങ്ങളുടെ ജന്മാവകാശമാണ്. അപ്പോൾ മേക്ക് യുവർ 3 AM ട്രാപ്പ് ഫോർ യുവർ സക്സസ് സ്റ്റെപ്പ്.